നമസ്കാരം. വന്ന് നമ്മുടെ നജീബ് കാന്തപുരത്തിന് സഭയിൽ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. മൂട്ടിലല്ലേ തീ പിടിച്ചിരിക്കുന്നത്. അനന്തകൃഷ്ണനെ അറിയില്ല പോലും പല കോൺഗ്രസ് നേതാക്കൾക്കും BJP നേതാക്കൾക്കും. അവസാനം പലതും പുറത്തു വരുമ്പോൾ ഇവരൊക്കെയാണ് പ്രതികളാക്കപ്പെടുന്നതും. പിന്നീട് ഈ അനന്തകൃഷ്ണനെ നന്നായി ഇവർക്കെല്ലാം അറിയാവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെടുന്നുമുണ്ട്. ഇവർ പങ്കെടുത്ത പരിപാടികളുടെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോഴാണ് പെട്ടെന്ന് അനന്തുവിനെ ഇവർക്ക് ഓർമ്മ വരുന്നത് എന്നത് എടുത്തു പറയേണ്ട ഒരു വസ്തുതയാണ്. നജീബ് കാന്തപുരത്തിനെതിരെ ഈ പകുതി വില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് അനന്തകൃഷ്ണനുമായി നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ പി സരിൻ ഗുരുതരമായ പല ആരോപണങ്ങൾ ഉയർത്തുന്ന സാഹചര്യം ഉണ്ടായി. ഈ നജീബ് കാന്തപുരം MLA നേതൃത്വത്തിലുള്ള മുദ്ര വഴി നിരവധി തട്ടിപ്പുകൾ നടന്നിട്ടുണ്ട് എന്നായിരുന്നു ഡോക്ടർ പി സരിൻ പറഞ്ഞത്. അത്തരത്തിൽ പകുതി വില തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്ന് കാണിക്കുന്ന പല സ്ലിപ്പുകളും ഈ ഡോക്ടർ പി സരിൻ പുറത്തുവിടുന്ന സാഹചര്യം ഉണ്ടായി. ശേഷം നജീബ് കാന്തപുരം മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ കൈകൊണ്ട് 5 പൈസ മേടിച്ചിട്ടില്ല എന്ന ഒരു പെരുന്നുണ പറയുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ശേഷം അത്തരത്തിൽ പണം കൈപ്പറ്റിയിരിക്കുന്ന അത്തരം മുദ്രയുടെ പേരിലുള്ള സ്ലിപ്പുകൾ പുറത്തു വന്നതോടുകൂടി തന്നെ ആ വാദവും പൊളിഞ്ഞു. ഇതിനിടയിൽ നജീബ് കാന്തപുരം MLA പകുതി വിലക്ക് ലാപ്ടോപ്പ് തരാമെന്ന് പറഞ്ഞ് പറ്റിച്ച് പൈസ മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥിനി പെരിന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിൽ വഞ്ചനാ കുറ്റം ചുമത്തിയാണ് നജീബ് കാന്തപുരം MLA-ക്കെതിരെ പോലീസ് കേസെടുത്തത്. അതോടുകൂടി തന്നെ അനന്തകൃഷ്ണനുമായി നല്ല ബന്ധമാണ് നജീബ് കാന്തപുരത്തിനുള്ളത് എന്ന സത്യം പുറത്തു വന്നിരിക്കുകയാണ്. ഇപ്പോതാ ഇതൊക്കെ കുറച്ചുകൂടി ഊട്ടി ഉറപ്പിക്കുന്ന നിലയിൽ തന്നെ ഡോക്ടർ പി സരിൻ ഇന്ന് ഒരു പുതിയ വീഡിയോ പുറത്തു വിട്ടുകൊണ്ട് ചില കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. ആദ്യം നമുക്ക് ആ വീഡിയോ കാണാം. ശേഷം നജീബ് കാന്തപുരത്തിനോട് ഡോക്ടർ പി സരിൻ പറയുന്നത് എന്താണെന്ന് നോക്കാം. സാധിക്കും. അതുകൊണ്ട് തീർച്ചയായും അത്തരം ഒരു നല്ല കൂട്ടായ്മ, ഒരു വലിയ നെറ്റ്വർക്ക്, അതിലൂടെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കാനുള്ള ഒരു വേദി ഒരുക്കുകയാണ് മുദ്ര ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ സൊസൈറ്റിയുടെ കീഴിൽ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി വരുന്ന ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിവസം സിവിൽ സർവീസ് അക്കാദമി പെരിന്തൽമണ്ണയിൽ വെച്ച് നമ്മളൊരു NGO സമ്മിറ്റ് നടത്തുകയാണ്. ബഹുമാനായ ET മുഹമ്മദ് ബഷീർ MP ഉദ്ഘാടനം ചെയ്യുന്ന ഈ സമ്മിറ്റിൽ നിരവധി സെഷനുകളിൽ നിങ്ങൾ ഓരോ സംഘടന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഗുണകരമായ ഒട്ടനവധി കാര്യങ്ങൾ അവിടെ പഠിക്കാൻ സാധിക്കും. എല്ലാവരെയും ഈ ഒരു പ്രോഗ്രാമിൽ രജിസ്റ്റർ ചെയ്യണമെന്നും മുൻകൂട്ടി നിങ്ങളുടെ സാന്നിധ്യം ഉറപ്പാക്കണമെന്നും ഈ സമ്മിറ്റിൽ നിങ്ങൾ പങ്കാളികളാകണമെന്നും നിങ്ങളുടെ സഹപ്രവർത്തകരിലേക്ക് ഈ മെസ്സേജ് എത്തിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട നജീബ്, ഞാൻ മാത്രമല്ല അവരും ഇതാണല്ലോ താങ്കളുടെ കാര്യപ്പെട്ട വാദം. ഈ വീഡിയോയിൽ താങ്കൾ NGO-കളെ സംഘടിപ്പിച്ച പോലെ മറ്റൊരു UDF LDF MLA-യും ചെയ്തിട്ടില്ല എന്നിരിക്കെ ഒരു ലീഗ്, കോൺഗ്രസ്, UDF നേതാവിനെയും കൂട്ടത്തിൽ അടുപ്പിക്കാതെ ഇതുവരെ താങ്കൾ ഒറ്റയ്ക്ക് കൊണ്ടു നടന്ന തട്ടിപ്പ് പ്രസ്ഥാനത്തെ UDF മുന്നണി സംരക്ഷിക്കുമെന്ന് എന്ത് ധൈര്യത്തിലാണ് അങ്ങ് വെച്ച് കാച്ചുന്നത്? KRA-യിലോ മുദ്രയിലോ ഭാഗമാകാൻ ശ്രമിച്ച പ്രാദേശിക ലീഗ് നേതാക്കളെ താങ്കൾ കൈകാര്യം ചെയ്തിരുന്ന രീതി പുറത്താർക്കും അറിയില്ല എന്നാണോ? അങ്ങയുടെ മുദ്രയുടെ പരിപാടിയിൽ സ്ഥിരം സാന്നിധ്യമായ ആഫ്രിക്കയിലും മിഡിൽ ഈസ്റ്റിലും ഡൽഹിയിലും ബിസിനസ്സുകളുള്ള വനിതാ ഇടനിലക്കാരി നിങ്ങൾക്ക് സംഘടിപ്പിച്ചു തന്ന കേന്ദ്ര സർക്കാർ അപ്രൂവലുകൾക്ക് നിങ്ങൾ ലീഗിന്റെ രാഷ്ട്രീയ മേൽവിലാസത്തിലാണ് BJP-ക്ക് തീരെഴുതി കൊടുത്തത്. അവരുടെ വേണ്ടപ്പെട്ടവർക്ക് ക്രിയയിൽ ജോലി നൽകി മുദ്രയിൽ നിന്ന് സ്ഥിരം ശമ്പളം കൊടുക്കുന്നത് പോലെ ഏതെങ്കിലും ലീഗുകാർക്കോ കോൺഗ്രസുകാർക്കോ താങ്കൾ സഹായങ്ങൾ ചെയ്യാൻ തയ്യാറായോ? പിന്നെ മുന്നണിയുടെ പിന്നിലൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? മറ്റ് NGO-കളോ രാഷ്ട്രീയ പ്രവർത്തകരോ കബളിപ്പിക്കപ്പെട്ടതുപോലെ താങ്കളും ഇതിലെ ഒരു ഇരയായിരുന്നു എന്ന വാദം പാവം ലീഗ് അണികളെ തൃപ്തിപ്പെടുത്തി അടുത്ത പിരിവിന് വട്ടം കൂട്ടലല്ലേ? വിചാരിച്ച പോലെ കാര്യങ്ങൾ ഇനി പിരിവിട്ട് മുന്നോട്ട് പോകില്ല എന്ന് മനസ്സിലാക്കിയാൽ നല്ലത്. NGO കോൺഫെഡറേഷൻ അതേ മാതൃകയിൽ NGO സബ്മിറ്റ് നടത്തി. മണ്ഡലത്തിന്റെ പുറത്തു നിന്ന് പോലും താങ്കൾ നേരിട്ട് വീഡിയോ അഭ്യർത്ഥനകളിലൂടെ ആളെ കൂട്ടിയത് അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് മോഡലിന് സ്വന്തം നിലയ്ക്ക് ഫ്രാഞ്ചൈസികളെ ക്ഷണിച്ച് BJP-യുടെ തണലിൽ ലാഭവിഹിതം പങ്കിട്ടെടുക്കാനുള്ള അതിബുദ്ധിയാണ്. ഇനിയും തെളിവുകൾ പുറത്തു വരട്ടെ. ഈ പോസ്റ്ററും വീഡിയോയും ഡിലീറ്റ് ചെയ്താൽ രക്ഷപ്പെടും എന്നാണോ കരുതിയത്? സംഘപരിവാറിന്റെ ചട്ടുകമായി തീർന്ന ചരിത്രത്തിലെ ആദ്യത്തെ ലീഗ് MLA എന്ന സംഘിപ്പട്ടം നിങ്ങളിൽ ഇനി ഭദ്രം. ഇതിനൊക്കെ സമാധാനം പറയേണ്ടി വരും താങ്കളെ വിശ്വസിച്ച സാധാരണക്കാരായ UDF പ്രവർത്തകരോട് മാത്രമല്ല, മുഴുവൻ മലയാള നാടിനോടും. സംഘപരിവാർ സമർത്ഥമായി ഓരോരുത്തരെ വലയിൽ വീഴ്ത്തുന്നത് എങ്ങനെയാണ് എന്ന വിഷയത്തിൽ താങ്കൾ തന്നെയാണ് ഇനി മലയാളികൾക്കുള്ള BJP സ്പോൺസേഡ് NGO സബ്മിറ്റ് നടത്തേണ്ടത്. ഒരാളെ പോലെ 7 പേർ ഉണ്ടെന്നൊക്കെയാണ് പൊതുവിൽ പറയാറുള്ളതെങ്കിലും നജീബ്, നിങ്ങളെപ്പോലെ ഒരു തട്ടിപ്പ് വീരൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. സ്വന്തം നിലയ്ക്ക് തട്ടിപ്പ് നടത്തി മുന്നോട്ട് പോയിരുന്ന താങ്കളുടെ മുദ്രയും താങ്കളും മൊത്തത്തിൽ NGO കോൺഫെഡറേഷൻ തട്ടിപ്പ് മോഡലിലേക്ക് എത്തിപ്പെട്ടത് എങ്ങനെയെന്ന് നാളത്തെ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ കൗതുകത്തോടെ വായിക്കും. 27/4/2022 മാത്രം രൂപീകരിച്ച മുദ്രയ്ക്ക് 3 വർഷത്തെ കംപ്ലീറ്റഡ് ഓഡിറ്റ് റിപ്പോർട്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്?
എന്നറിഞ്ഞാൽ കൊള്ളാം. മുദ്ര രജിസ്റ്റർ ചെയ്തപ്പോൾ ട്രസ്റ്റ് അംഗങ്ങളായി താങ്കളുടെ PA, ഓഫീസ് സ്റ്റാഫ് ഒക്കെ എങ്ങനെ വന്നു എന്നതും ചർച്ചയ്ക്ക് വിധേയമാകട്ടെ. പെരിന്തൽമണ്ണയിൽ നിന്നുള്ള ആരൊക്കെയുണ്ട് മുദ്രയിൽ? ഇതൊക്കെയാണോ താങ്കൾ പറയുന്ന ജനകീയ എംപവർമെന്റ് എന്ന പൊതുജനം ചർച്ച ചെയ്യട്ടെ. സ്വന്തം ലാഭത്തിന് വേണ്ടി പുതിയ തട്ടിപ്പ് മോഡലുകളെ സ്കെയിലപ്പ് ചെയ്ത കേരള രാഷ്ട്രീയത്തിലെ ആദ്യത്തെ സംഭവ കഥയിലെ എല്ലാ കളികളും പുറത്തു വരും. വേണമെങ്കിൽ താങ്കൾക്ക് മൈക്കിന് മുന്നിൽ ഒന്നുകൂടി വന്നു മെഴുകാം. കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നജീബ് കാന്തപുരം ഡോക്ടർ P. സരീൻ നടത്തിയ വാർത്താ സമ്മേളനത്തിന് ശേഷം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് ഇത്തരം കാര്യങ്ങളിൽ എനിക്ക് യാതൊരു പങ്കുമില്ല എന്നൊക്കെ കാണിക്കാൻ ചില ശ്രമങ്ങൾ നടത്തിയിരുന്നു. പക്ഷെ അതൊക്കെ തിരിച്ചടിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. വീണ്ടും ഡോക്ടർ P. സരീൻ രംഗത്തിറങ്ങിയിരിക്കുന്നു. എന്തായാലും നജീബ് കാന്തപുരത്തിനെ ലീഗ് കൈവിട്ട അവസ്ഥയിലാണ്, കോൺഗ്രസ് കൈവിട്ട അവസ്ഥയാണ്. ഇതുമായി ബന്ധപ്പെട്ട നജീബ് കാന്തപുരത്തിന് സപ്പോർട്ടുമായി ആരും തന്നെ രംഗത്തേക്ക് വരാത്ത സാഹചര്യവും നിലവിലുണ്ട്. എന്തായാലും അനന്തു കൃഷ്ണൻ എന്ന് പറയുന്ന ഈ തട്ടിപ്പ് വീരൻ ആരുടെയൊക്കെ കൂട്ടുകാരനായിരുന്നു? ഈ കൂട്ടുകാരന്റെ കൂട്ടും കൂടി ആരൊക്കെ നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങളെ പറ്റിച്ചിട്ടുണ്ട് എന്നൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്തായാലും ഈ വിഷയത്തിൽ ഇന്നലെ നജീബ് കാന്തപുരത്തിനെ മാധ്യമപ്രവർത്തകർ വെള്ളം കുടിപ്പിച്ച കാഴ്ച കൂടി ഒന്ന് കാണേണ്ടതാണ്. നന്നായി നല്ല രീതിയിൽ തന്നെ വിയർക്കുന്നുണ്ട് നമ്മുടെ നജീബ് കാന്തപുരം. ആ കാഴ്ച ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ്. നമുക്ക് അവസാനിപ്പിച്ചൂടെ? അല്ല ശരിക്കും അല്ല, നിങ്ങൾ പറഞ്ഞ വളരെ കറക്റ്റാ. അതേപോലെ മുദ്രയ്ക്ക് സാമ്പത്തികമായിട്ട് ഇക്കാര്യത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള എന്ത് ചോദ്യമാണ്? ഞങ്ങൾ പൈസ പോയിട്ട് ഇവിടെ ബേജാറായിട്ട് കുത്തിരിക്കുകയാണ്. ഞങ്ങൾക്ക് എവിടുന്ന് പൈസ കിട്ടാൻ ഒരു നയാ പൈസ ഞങ്ങൾക്ക് കിട്ടി. എല്ലാവർക്കും വിശ്വാസത്തിന്റെ പ്രശ്നമല്ലേ? അല്ല ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ മന്ത്രിന്റെ ജാഗ്രത എന്താ? ഉദ്ഘാടനം ചെയ്തതല്ല. അല്ലല്ല, ഉണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റുമാർ നിരവധി ഉണ്ട്. അവരെ സ്വന്തം ഓഫീസിൽ വെച്ച് അവരെ സ്വന്തം അല്ല ഞാൻ പറയട്ടെ ഷംസു ഇതില് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഞാൻ ഇതിൽ പറയുന്ന ഒരു കാര്യം, ഞാൻ എൻ്റെ ഓഫീസ് ഇതിനു വേണ്ടി വിട്ടുകൊടുക്കണമെങ്കിൽ എനിക്കൊരു സംശയമെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യോ. ഒരു വാർഷികം നടക്കുകയാണെങ്കിലും ഒരു സമ്മാന പരിപാടി നടക്കുകയാണെന്നുണ്ടെങ്കിലും ആ ക്ലബിന്റെ രജിസ്ട്രേഷൻ നമ്പർ അതിന്റെ ഇയർ എല്ലാം അതിനകത്തുണ്ടായിരിക്കും. മുദ്രയുടെ രജിസ്ട്രേഷൻ നമ്പർ അതിനകത്തില്ല. മുദ്രയുടെ രജിസ്ട്രേഷൻ നമ്പർ നിങ്ങൾക്ക് ആർക്കും ഒരു കോർപ്പറേറ്റ് സംവിധാനം എന്ന നിലക്ക് നേരെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അടിച്ചാൽ അല്ലല്ല, ഒരിക്കലല്ല, സാങ്കേതികമായിട്ടല്ല. വെബ്സൈറ്റ് ഞാൻ പറയട്ടെ, നിങ്ങളുടെ സ്ഥാപന വിശ്വാസ്യതാണെന്ന് മനസ്സിലാവാൻ അതിന് രജിസ്ട്രേഷൻ ഉണ്ടല്ലോ. നിങ്ങൾ പറയുന്ന സൊസൈറ്റി അല്ല, നമുക്ക് ഞാൻ പറയാം. അതാണ് ശരി. ഓക്കെ, താങ്ക് യു ഓൾ. ഓക്കെ, ശരി എന്നാ ശരി. ഞാൻ ആവശ്യത്തിലധികം സംസാരിച്ചിട്ടുണ്ട്.